ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് എന്നോട് ഇങ്ങനെ കുറേ പേരായിട്ട് പറയുന്നുണ്ട് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യണം, കേക്കിൻ്റെ റെസിപ്പി വേണം എന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാർബിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ മാർബിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൈദ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈദ എടുക്കുന്ന നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മളെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കപ്പിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ മൈദ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് 1.5 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ മിൽക്ക് പാല് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യം കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വാനില എസൻസ് ചേർക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂണേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ മതിയാവും. പിന്നീട് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എപ്പോഴും ഒരു പിഞ്ച് മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബേക്കിംഗ് പാനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് നമ്മളുടെ കേക്കൊന്നും ഈ പാനിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു അല്പം ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഓയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും തടവി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഓയിലൊക്കെ ഞാൻ നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം പഞ്ചസാരനൊന്ന് അലിയിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പാലും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ നമുക്ക് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയണത് ബീറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വിസ്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയത്തോളം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ട കാര്യം വരുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുന്നതും എല്ലാം ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവുമോ എന്നുള്ള ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് 2 ചേച്ചിമാരുണ്ട്, തസ്നി ചേച്ചിയും ഫാറു ചേച്ചിയും. ശരിക്കും ഈ ഒരു അവസരത്തിൽ അവരെ നന്നായിട്ട് ഓർക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് എല്ലാം അരിച്ചെടുക്കണം. അതായത് നമ്മൾ എടുത്തു വെച്ച മൈദ നമുക്ക് ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് അരിച്ചെടുക്കാം. ഡയറക്റ്റായിട്ട് മൈദയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ കട്ടകളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കേക്ക് കറക്റ്റായിട്ട് വരണം എന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ളൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൈദനെയൊക്കെ അരിച്ചെടുക്കണം. മൈദ മാത്രമല്ല, നമ്മൾ എടുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇപ്പോൾ മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇത് ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എഗ്ഗൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഈ ബാറ്ററിനെ ഇനി പകുതിയായിട്ട് 2 ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ 2 ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്ന സമയത്ത് 2 ബൗളിലും ഒരേ അളവിൽ തന്നെ നമ്മൾ ഈ ബാറ്റർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിൽ മാത്രമാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കേക്കിൻ്റെ പാനിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിലോട്ട് ആദ്യം നമ്മൾക്ക് ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതേ അളവിൽ തന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ വാനില ബാറ്ററും നമുക്കതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരേ അളവിൽ തന്നെ രണ്ടും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആദ്യം ബാറ്റർ നമ്മളിപ്പോൾ വാനിലേൻ്റെ ബാറ്ററാണ് ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മാവ് തീരുന്നത് വരെ മുകളിലോട്ട് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ബാറ്റർ എല്ലാം പാനിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു വുഡിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കമ്പി വെച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തോട്ടും പിന്നെ വരയ്ക്കുന്നത് പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തോട്ടും അങ്ങനെയായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഡിസൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ വന്നു. ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളുടെ ഫ്ലവറിൻ്റെ ഡിസൈനിൽ തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. കുക്കറിനകത്തോട്ട് ഞാൻ ഈ പാനിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വിസിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. വിസിൽ ഇട്ട് കൊടുക്കാതെ അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് കൊണ്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 25 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പപ്പട കമ്പി വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മെല്ലെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മളുടെ ഈ ബേക്കിംഗ് പാനിൽ നിന്നും നമ്മളുടെ കേക്കിനെ റിമൂവ് ചെയ്തെടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിനെ നമ്മുടെ ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമ്മളുടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഈ മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവുമല്ലേ, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും, അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഓൾ.